ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത പടം റൈഫിൾ ക്ലബ്ബ്. ആക്ച്വലി ഈ പടം വ്യാഴാഴ്ച ഇറങ്ങിയതാട്ടോ. ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായതാണോ ഞാൻ മിസ്സായതാണെന്ന് അറിയാം. വ്യാഴാഴ്ച റിലീസ് ചെയ്ത് അറിഞ്ഞില്ല. ഞാൻ വെള്ളിയാഴ്ച മാർക്കോയും കണ്ടതിന് ശേഷമാണ് ഈ പടം റിലീസ് ചെയ്ത കാര്യം അറിഞ്ഞത്. അങ്ങനെ ഞാൻ ശനിയാഴ്ച പോയി കണ്ട്. ഞാൻ ഇന്നിപ്പോൾ റിവ്യൂ ഇടുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ റൈഫിൾ ക്ലബിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ഒരു ആഷിഖ് കപൂർ സംഭവം. പൊതുവെ ഞാനൊരു ആഷിഖ് കപൂർ ഫാൻ അല്ല. പുള്ളിയുടെ തുടക്കമുള്ള ഡാഡി കൂൾ ആയിക്കോട്ടെ, ഇപ്പം ഈ പടത്തിന് തൊട്ടും പറഞ്ഞേക്കുന്ന നീല വെളിച്ചം, നാരദൻ, അങ്ങനത്തെ പടങ്ങളാണെങ്കിൽ എനിക്ക് വർക്കായിട്ടില്ല. പക്ഷേ റൈഫിൾ ക്ലബിലെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു നൈസ് ആണ്. നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് എടുത്ത് തിയേറ്ററിൽ ഓളത്തിൽ പോയിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 മലയാള സിനിമയെ സംബന്ധിച്ചിട്ടൊരു നല്ല വർഷമായിരുന്നു. ഒരുപാട് നല്ല പടങ്ങൾ, ഒരു 5, 6, 100 കോടി പടങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു വർഷമാണ് 2024. അതിപ്പോൾ ആവേശം, പ്രേമലു, ആടുജീവിതം, ARM, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാർക്ക് പോലും നല്ല കളക്ഷൻ നേടി മുമ്പോട്ട് പോകണയാണ്. ഉണ്ണിമൂന്നിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ട് തന്നെ പോകണയാണ്. ഞാൻ ഇത്രയും വയലൻസ് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കളക്ഷൻ നേടുമെന്ന്. പക്ഷേ ഓൾ ഇന്ത്യ അല്ല, ഓൾ വേൾഡ് ലെവലിൽ പടം ഒരു ദിവസം കൊണ്ട് 10 കോടി, 2 ദിവസം കൊണ്ട് 20 കോടിക്ക് ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് മലയാള സിനിമക്ക് ഒരു അടിപൊളി വർഷമാണ് 2024. അതിൻ്റെ അകത്ത് ഈ റൈഫിൾ ക്ലബ്ബ് ക്രിസ്മസിന് നേരത്തെ ഇറങ്ങി. ശരിക്കും ഇത് ഈ വർഷം അവസാനം ഇറങ്ങേണ്ട പടമാണ്. കാരണം അവസാനം നല്ലൊരു വെഡ്ഡിങ് പോക്കെയായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന പടമാണ് റൈഫിൾ ക്ലബ്ബ്. സത്യം പറഞ്ഞാൽ ആഷിഖ് കപൂർ ഞെട്ടിച്ചു. അതൊരു ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഈ പടത്തിന് ക്യാമറ ചെയ്തേക്കുന്നതും ആഷിഖ് കപൂർ ആണ്. ഇതിന്റെ പ്രൊഡ്യൂസറും ആഷിഖ് കപൂർ ആണ്. ആഷിഖ് കപൂറിൽ നിന്ന് നമുക്ക് കാണാത്തൊരു സാധനമാട്ടെ ഇത്. ഇതിന്റെ കഥയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പുതുമയൊന്നുമില്ല. നമ്മൾ കുറെ കണ്ട് മടുത്ത, ഇപ്പോ ഒരു റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരത്തൻ, ബാച്ചിലർ പാർട്ടി, അതിലൊക്കെ കണ്ട പോലത്തെ ഒരു ഐറ്റം തന്നെയാണ്. ഒരു കപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് അവരെ ഒരു ഗ്യാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, മറ്റൊരു ഗ്യാങ് പ്രൊട്ടക്ട്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. എങ്കിൽ പോലും മേക്കിംഗ് ഉണ്ട്, ഇതിന്റെ സ്ക്രിപ്റ്റും ഉണ്ട്, ഒക്കെ കിഡിലിനായിട്ട് ഇവര് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതില് ഒരു അമ്പൽനീർ ടച്ചാണ് എനിക്ക് ഉടനീളം പടത്തിൽ ഫീൽ ചെയ്തത്. കളർ ടോണും ഇതിൻ്റെ അത് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇമ്പ്രസ് ചെയ്തായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണിഷ്നാഥ്, പൊന്നമ്മ ബാബു, നമ്മുടെ വിനീത് കുമാർ, മറ്റേ ദേവദൂല പൂച്ചക്കണ്ണ്, റംസാൻ, അങ്ങനെ ഒരുപാട് ഗ്യാങ് ഉണ്ട് ഈ പടത്തിൽ. ഇഷ്ടം പോലെ കാസ്റ്റ് ഉണ്ട്. ഈ കാസ്റ്റിനൊക്കെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കും. അമ്മാതിരിയാണ് എടുത്തു വെച്ചേക്കണത്. 1981 നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭീഷ്മേല പോലെ തന്നെ, രതിപുഷ്പം പോലെ തന്നെ ഗന്ധർവയാമം എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ആയിട്ടാണ്, ഒരു പഴയ മോഡൽ പാട്ടൊക്കെ ആയിട്ടാണ് പടം തുടങ്ങുന്നത്. അതിനകത്ത് റംസാന്റെ പേരായിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ മിഗായലിൽ നിവിൻ പോളിയുടെ അനിയത്തിയുടെ അഭിനയിച്ച കുട്ടിയില്ല, ആ പുള്ളിക്കാരിത്തിയാണ്. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1981 ഒരു സുൽത്താൻ ബത്തേരിയാണ് കാണിച്ചേക്കുന്നത്, വയനാട്. അവിടെ തൊട്ട് പടത്തിന്റെ ലെവൽ അങ്ങ് മാറുവാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു റോള് ചെയ്തേക്കുന്നത് നമ്മുടെ വില്ലനായിട്ട് ചെയ്തേക്കുന്നത് അനുരാഗ് കശ്യപ്പാണ്. ഹിന്ദിയിലെ പുള്ളിയുടെ ലെവൽ അറിയാലോ. ആകെ ലിയോയില് മാത്രമാണ് പുള്ളിനെ ഒരു കോമഡി പീസ് ആക്കിയിട്ടുണ്ട്. ഈ പടത്തിലൊക്കെ പുള്ളി സ്വാഗ് കൊണ്ടൊക്കെ കട്ട വില്ലനിസമാണ്. ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ മക്കളായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ റാപ്പർ സൂരജ്, എല്ലാവർക്കും അറിയാൻ പറ്റിയ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹനുമാൻ കൈൻഡ് പുള്ളിയാണ്. പുള്ളി ആ റാപ്പ് സോങ് ചെയ്യുന്നതിന് മുമ്പാണ് ഇതിൻ്റെ അത് അഭിനയിക്കുന്നത്. പുള്ളിയുടെ ഒരു ഇൻട്രോയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിഡിലൻ ഇംഗ്ലീഷ് സംഭവങ്ങളൊക്കെ ആയിട്ട് പുള്ളി. പിന്നെ നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീഷ് പോത്തനാണ് ഇതിൻ്റെ അത് ലീഡ് ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലായത് പടത്തിൽ. പുള്ളിയാണ് കുറേ സ്കോർ ചെയ്തേക്കുന്നത് പടത്തിൽ. പിന്നെ വാണി വിശ്വനാഥ് ഉണ്ട്. വാണി വിശ്വനാഥിൻ്റെ ഒക്കെ വലിയൊരു കമ്പാക്കാണ്. ഈ പടത്തിന് മുമ്പ് വാണി വിശ്വനാഥ് ഒരു പടം ചെയ്തെന്ന് തോന്നുന്നു, ഷൈൻ ടോമായിട്ട്. പക്ഷേ ഇതായിരുന്നു ഒരു കമ്പാക്ക് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ഹനുമാൻ കൈൻഡ് വന്ന് ഈ വാണി വിശ്വനാഥിൻ്റെ അടുത്ത് ഒരു ചോദ്യമുണ്ട്, ഈ വീട്ടിലെ ആണുങ്ങളൊന്നും ഇല്ലടാന്നപ്പോഴേക്കും നീ പറ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഇവരുടെ ഒരു സീനൊക്കെ ഉണ്ട്. കിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അതിലൊരു ഓളത്തിൽ തിയേറ്ററിൽ ഒരു നിറഞ്ഞ സദസ്സിലൊക്കെ പോയിരുന്നു. നമുക്ക് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് കണ്ട് ഈ വർഷം അവസാനിപ്പിക്കാൻ പറ്റിയൊരു കിട്ടില്ല പടമാണ് റൈഫിൾ ക്ലബ്ബ്. ഇതൊരിക്കലും ഒരു OTT വാച്ചിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം തിയേറ്ററിൽ തന്നെ ശരിയുള്ളൂ. മാർക്ക് കഴിഞ്ഞിട്ട് എനിക്കിത് ഭയങ്കര ഇമ്പ്രസ് ചെയ്ത പടമാണ്. ഇപ്പൊ ഇനി 25-ാം തീയതി ക്രിസ്മസിന് ഇറങ്ങാൻ പോകുന്നത് ലാലേട്ടന്റെ ബറോസാണ്. അതില് നമുക്ക് ഒരു ഫാന്റസി മൂവി ഉപരിയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാവുന്ന ഒരു വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓളം ഉണ്ടാക്കണ വക ഇപ്പൊ മാർക്ക് കഴിഞ്ഞിട്ട് ഈ റൈഫിൾ ക്ലബ്ബാണ്. എനിക്ക് പടം നല്ല രീതിയിൽ വർക്കായിട്ടാണ്. കാരണം
ഒരു ചെറിയൊരു ഡേ നൈറ്റ് ഡേയിലുള്ള ഒരു പടമാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ് ആയിക്കോട്ടെ, ഇതിന്റെ മ്യൂസിക് ചെയ്തിരുന്ന റെക്സ് വിജയനാണ് കേട്ടോ. ചില സീൻസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ഇവരൊരു റൈഫിൾ ക്ലബിലെ ആൾക്കാർ ഹണ്ടേഴ്സാണ്. അപ്പൊ ഇവര് കാട്ടിൽ പോയിട്ട് ഒരു വേട്ടയാടുന്ന സീനൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ആഷിഖ് കപൂറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പരിപാടിയാണ് ഈ പടത്തിൽ കിട്ടിയത്. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ട് ഇംപ്രസ് ആയി പോയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഒന്നും കൂടി റീവാച്ച് ചെയ്യാൻ തോന്നില്ലേ, ആ ഒരു ഐറ്റോടെ കിട്ടിയേക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ദർശന, പൊന്നമ്മ ബാബു, വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, റാഫി, വിനീത്, അങ്ങനെ കുറേ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ RDX വില്ലനായിട്ട് അഭിനയിച്ച പുള്ളിയില്ല പുള്ളി, അങ്ങനെ ഇഷ്ടംപോലെ കാസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ എന്തുകൊണ്ടും ഈ വർഷം ഒരു വെക്കേഷനിൽ എല്ലാവരും ഗ്യാങ്ങായിട്ട് പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ് ഇത്. വലിയ മാരക പടം ഒന്നും ഞാൻ ഹൈപ്പ് ചെയ്യുന്നില്ല, എന്നാൽ പോലും ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റണത്. പിന്നെ ഇതിൻ്റെ അത് കുറേ ഡബിൾ മീനിങ്സ് സാധനമുണ്ട്. ഫുള്ള് വെടിയും തോക്കൊക്കെയാണല്ലോ, അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്ത് കുറേ ഡബിൾ മീനിങ് സാധനങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട്. ബാക്കിയുണ്ട് എല്ലാം പടം കിടുവാണ്. അപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മാർക്കോയും, ഇപ്പോൾ കുട്ടികൾ ഒഴിവാക്കി മാർക്കോ പോയി കാണുക. ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഈ റൈഫിൾ ക്ലബ്ബ് കാണാം, കിടിലം പടം. അപ്പോൾ ഇനി അടുത്ത പടം ഇറങ്ങാൻ പോകുന്നത് 25-ാം തീയതി ലാലേട്ടൻ്റെ ബറോസ് ആണ്. 3D ആണ്, ഫാൻറ്റസി ആണ്. അമിത പ്രതീക്ഷകളൊന്നുമില്ല. ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി എന്നുള്ള നിലയിൽ ഒരു 3D മൂവി ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തട്ടെ എന്നൊരു ആഗ്രഹത്തിൽ നമുക്ക് പോയി കാണാം. അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത് തന്നെ പറയും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.